പ്രപഞ്ചത്തിൽ അമ്മയേക്കാൾ വലിയ പോരാളിയില്ല. ഇത് ഒരു പ്രപഞ്ച സത്യമാണ്. നമസ്കാരം, ഞാൻ ഡോക്ടർ ട്രേസിമോൾ മത്തായി, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ഫ്രം മൈൻഡ് ബ്യൂട്ടി, ലെറ്റ് അവർ മൈൻഡ് ഷൈൻ. ഒരു ഫീൽഡിൽ ട്രാക്ടർ ഓടിച്ചുകൊണ്ട് വരുമ്പോൾ ഒരു കിളി ഡ്രൈവറുടെ ശ്രദ്ധയിൽപ്പെട്ടു. ചിറക് വിരിച്ച് ശബ്ദം ഉണ്ടാക്കി നിൽക്കുന്നു. ഡ്രൈവർ ശ്രദ്ധിച്ചപ്പോൾ തൻ്റെ വിരിയാൻ പോകുന്ന കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി കൂടിൻ്റെ ഫ്രണ്ടിൽ കയറി നിൽക്കുകയാണ് കിളി. കിളി മാക്സിമം ഫൈറ്റ് ചെയ്യുന്നുണ്ട്, പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷെ ട്രാക്ടറാണ് വരുന്നത്. ട്രാക്ടറിലെ ഡ്രൈവർ എഴുന്നേറ്റ് താഴെ ഇറങ്ങി കൂട് സേഫായിട്ട് വെച്ച് മുന്നോട്ട് പോയി. ആ കിളിയുടെ ആ ഫൈറ്റിംഗ് സ്പിരിറ്റും മരണം വരെ ഫൈറ്റ് ചെയ്ത് തൻ്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുക എന്നുള്ള ഒരു തീരുമാനവും ആണ് അത് സംഭവിക്കാനിടയായത്. ചില നാടോടികളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ചില ഗ്രൗണ്ടിലൊക്കെ അവർ കൂട്ടമായിട്ട് താമസിച്ച്, മുൻകാലങ്ങളിലൊക്കെ കൂടുതലായിരുന്നു, ഇപ്പം അധികം കാണാൻ കിട്ടുന്നില്ല. ചിലപ്പോൾ ചില പ്രസവം എല്ലാം കഴിഞ്ഞ് അധികം താമസിയാതെ തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് കുറച്ച് കഴിയുമ്പം അവർ വല്ല പാത്രമെല്ലാം എടുത്ത്, അല്ലെങ്കിൽ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി അതിനുള്ള വിറകും കാര്യങ്ങളും എല്ലാം കളക്ട് ചെയ്യുന്ന നടക്കുക നമ്മൾ അത്ഭുതത്തോടു കൂടി നോക്കി കണ്ടിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രസവം എന്നൊക്കെ പറയുന്നത് വലിയ ഒരു ബാലികേറാം മല തന്നെയാണ്. പാർലമെന്റ് ഹൗസിൽ പാർലമെന്റേറിയനായ ന്യൂബോൺ മദർ തൻ്റെ കുഞ്ഞിനെയും വെച്ചുകൊണ്ട് അസംബ്ലി അറ്റൻഡ് ചെയ്യുകയും ചെറിയ ബ്രേക്കിൻ്റെ സമയത്ത് ഫീഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു വീഡിയോ കണ്ടത് ചിലർക്കെങ്കിലും ഓർമ്മയുണ്ടാവുമല്ലോ. അതെല്ലാം കാണിക്കുന്നത് ഒരു അമ്മയുടെ കരുത്തിനെ തന്നെയാണ്. ചില കമ്പനി MD CEO ആയ ലേഡീസൊക്കെ തൻ്റെ കുഞ്ഞുങ്ങളെയും നവജാത ശിശുക്കളെയുമായിട്ട് ഓഫീസിൽ വന്നിരുന്ന് അവരെ നോക്കുകയും ഡ്യൂട്ടീസ് ചെയ്യുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇതെല്ലാം ഒരമ്മയ്ക്ക് സാധിക്കുന്നതാണ്. എന്നാൽ ഇതിൻ്റെ എല്ലാം വിപരീതമായി ഒരുപാട് ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, ക്ലയൻസ് എല്ലാവരും തന്നെ പ്രഗ്നൻസിയിലെ ഡിഫിക്കൽട്ടി പോകട്ടെ, പ്രസവ സംബന്ധമായ പ്രസവത്തിൻ്റെ സമയത്തുള്ള പെയിനും സ്ട്രെയിനും അതും പോകട്ടെ, അത് കഴിഞ്ഞ് ആ റെസ്റ്റ് എടുക്കുന്ന പീരീഡിൽ വീട്ടിൽ നിന്നും ചുറ്റുപാടുകളിൽ നിന്നും കിട്ടിയ പെയിനും സ്ട്രെയിനും, ഇമോഷണൽ ആൻഡ് മെൻ്റൽ ട്രോമ വളരെയധികം ഓർക്കാനേ പറ്റുന്നില്ല, സഹിക്കാൻ, ആലോചിക്കാൻ പോലും അത്രമാത്രം വിഷമമാണ്, ബുദ്ധിമുട്ടാണ് ഞാൻ അനുഭവിച്ചിട്ടുള്ളതെന്ന് പറയുന്ന ഒരുപാട് പേരെ കാണുന്നുണ്ട്. 1, 2, 3 പലരും അങ്ങനെ തന്നെ. പിന്നെ അതങ്ങ് ആ ഫേസ് കഴിഞ്ഞു പോയി എന്നുള്ളതാണ്. എങ്ങനെയാണിത് സംഭവിക്കുന്നത്? ഒരു പ്രപഞ്ചത്തിൽ അമ്മയേക്കാൾ വലിയ പോരാളി ഇല്ല എന്ന് പറയുകയും അത് കുറേ സ്ഥലങ്ങളിൽ അത് തെളിഞ്ഞ് നമ്മൾ കാണുകയും ചെയ്യുമ്പോൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ സംഭവിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ നാട്ടിലാണെങ്കിൽ പ്രസവ സംബന്ധമായി, പ്രസവത്തിന് മുൻപ്, പ്രസവം കഴിഞ്ഞ് കുഞ്ഞുങ്ങളെ നോക്കുന്ന രീതിയിൽ എല്ലാം ഒരുപാട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ആചാരങ്ങളുടെ പേരിൽ അൺസയന്റിഫിക് ആയിട്ടുള്ളതും ചിലപ്പോൾ ഡാമേജിങ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. കുറേ ഗ്രാൻഡ് പാരൻസും റിലേറ്റീവ്സും എല്ലാം ഈ കാര്യത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്. ഇതിനകത്ത് നമുക്ക് ഒന്നും പ്രത്യേകിച്ച് ചെയ്യാൻ കഴിയില്ല. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ചില കുഞ്ഞുങ്ങളെല്ലാം കണ്ണ് കിട്ടാതിരിക്കാൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, മുഖം എല്ലാം വെക്കണം എന്നുള്ളത് എന്തെങ്കിലും ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അമ്മ കുഞ്ഞിനെ പാലൂട്ടുന്നത് കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും അങ്ങനെ കുറേ തരത്തിലുള്ള വിശ്വാസങ്ങളുണ്ട്. അതുപോലെ അന്ധവിശ്വാസങ്ങളുടെ കാര്യം പറയുമ്പോഴാണ്, പ്രേതത്തിൽ വിശ്വാസമുള്ളവരെല്ലാം പ്രേതത്തിനെ കണ്ടിട്ടുണ്ട്, വിശ്വാസമില്ലാത്തവരൊന്നും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ പോലെയാണ് അന്ധമായി വിശ്വസിക്കുന്ന പല കാര്യങ്ങൾ, ശാസ്ത്രീയമായ അടിത്തറയില്ലാത്ത പല കാര്യങ്ങളും. അത് വിശ്വാസമുണ്ടെങ്കിൽ അത് ചെയ്തില്ലെങ്കിൽ വളരെ ഡിസ്റ്റർബൻസ് ആയിരിക്കും. പക്ഷേ അതിൻ്റെ വസ്തുതകൾ മനസ്സിലാക്കി നമുക്ക് ആവശ്യമുള്ളത് എടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്.
ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഫോളോ യുവർ ഡോക്ടേഴ്സ് ഇൻസ്ട്രക്ഷൻസ്. ഡോക്ടേഴ്സ് തരുന്ന ഇൻസ്ട്രക്ഷൻസ് പോസ്റ്റ് ഡെലിവറി സോണിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതിൽ നല്ല ബാലൻസ്ഡ് ഡയറ്റ് ഉണ്ടാവും, നല്ല വാട്ടർ ഇൻടേക്ക്, നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളത്, അതിനുശേഷം മസിൽസ് എല്ലാം ടോൺഡ് ആവാനുള്ള എക്സസൈസുകൾ, കാര്യങ്ങൾ ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്യുക. എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതെല്ലാം കൃത്യമായിട്ട് ചെയ്യുക. ഇപ്പോൾ ചില ഒരു ഇതിൽ പറയാറുണ്ട്, ആഫ്റ്റർ ഡെലിവറി 5 days ഇൻ ബെഡ്, 5 days ഓൺ ബെഡ് ആൻഡ് 5 days അറൗണ്ട് ബെഡ്. അപ്പോൾ ഒരു 15 days ആവും. ഒരു 60 days എങ്കിലും നല്ല റെസ്റ്റ്, നല്ല തരത്തിലുള്ള റെസ്റ്റ്, പക്ഷെ എഴുന്നേറ്റ് നടക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക, മിനിമം കാര്യങ്ങളൊക്കെ ചെയ്യാം. വെയിറ്റ് എടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കേണ്ടതുണ്ട്. മനസ്സിന് സന്തോഷമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക. പാട്ട് കേൾക്കാനാണെങ്കിൽ ചെറിയ മ്യൂസിക് ഒക്കെ ഇട്ട് അങ്ങനെയുള്ള എല്ലാം ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇതിൻ്റെ എല്ലാം വെളിച്ചത്തിൽ ഇപ്പോൾ നമ്മൾക്ക് ഒരുപാട് പേര് ഇമോഷണൽ ആൻഡ് മെൻ്റൽ ട്രോമ ആഫ്റ്റർ ഡെലിവറി കെയറിൻ്റെ സമയത്ത് ഒരുപാട് പേര് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ചിലവർ ഓവറായിട്ട് ഒരുപാട് പേര് സംരക്ഷിക്കാനുണ്ടാകും, ചിലവർ സംരക്ഷിക്കാൻ ആരും ഉണ്ടാവില്ല, ചിലവർ സംരക്ഷിക്കാനുള്ളവർ തന്നെ വളരെ അബ്യൂസീവ് ബിഹേവിയർ ആയിരിക്കും. എന്ത് തന്നെ വന്നു കഴിഞ്ഞാലും ഒരു അമ്മയുടെ ഉത്തരവാദിത്തമാണ് എങ്ങനെയുള്ള കാര്യങ്ങളാണ് ആഫ്റ്റർ ഡെലിവറി എനിക്ക് വേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത്. സന്തോഷത്തോടു കൂടി ജീവിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും അവകാശമാണ്. ബിക്കോസ് ഹാപ്പിനെസ് ഈസ് അവർ ബർത്ത് റൈറ്റ്. മൈൻഡ് ബ്യൂട്ടി ഇനി മറ്റു വിഷയമായി അടുത്ത എപ്പിസോഡിൽ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.